വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും? പഠിത്തമൊക്കെ എവിടം വരെ എത്തി? ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും അസിസ്റ്റന്റ് സെയിൽസ്മാനും വേണ്ടി പഠിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ ഇപ്പോൾ കൂടുതലും. ഓക്കെ, അപ്പോൾ പഠിത്തമൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഇംഗ്ലീഷിൻ്റെയാണ്, ഒരു ടാലൻറ്റിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. നല്ലൊരു ബുക്കാണ്. നമ്മളുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയില്ലേ. ഇപ്പോൾ കാസർഗോഡിൻ്റെയാണ് വന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ 59 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 300 സംതിങ് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് 200 പേരിലധികം ആൾക്കാരുടെ കുറവുണ്ട് എന്നാണ് ഞാനൊരു അക്കാദമിയുടെ ചാനലിൽ നോക്കിയപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ സങ്കടമുണ്ട് കേട്ടോ, നല്ല സങ്കടമുണ്ട്. കാരണം മര്യാദയ്ക്കൊന്നും പഠിച്ചിരുന്നെങ്കിൽ, മര്യാദയ്ക്കെന്നല്ല, എൻ്റെ 100% ഞാൻ ചെയ്തു. പക്ഷെ എന്നാലും കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ ഈ വർഷത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു സർക്കാർ ജോലിയിൽ കയറാമായിരുന്നു അല്ലേ. പിന്നെ ഇനിയിപ്പോൾ വെറുതെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ PSCയുടെ നമ്മുടെ LDCയുടെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചൊരു ഇതായിരുന്നു LDC എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഞാനിപ്പോൾ അതും കൊണ്ട് ഇരിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ എക്സാംസ് വരാൻ പോകുന്നുണ്ട്. 3-4 എക്സാംസ് ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നന്നായി പഠിക്കണം. ഇനി വെറുതെ നമ്മളത് ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കുക, അതിനു വേണ്ടി പഠിക്കുക കേട്ടോ. അല്ലാതെ വെറുതെ കഴിഞ്ഞത് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ഒരാളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏത് ആപ്പാണ് PSCയുടെ ഒരു പഠനത്തിനായിട്ട് നല്ലത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ആപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അണ്ടറിൽ പഠിക്കുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തി. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സെൽഫ് സ്റ്റഡിയാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് വൊക്കാബ്സ്പീഡിയയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാണ് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും, വായിക്കും, പഠിക്കും, അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലോ ഒരു ആപ്പിൻ്റെ അണ്ടറിലോ ഞാൻ അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പോൾ ഈ വൊക്കാബ്സ്പീഡിയയുടെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ടൈമുള്ളപ്പോൾ മാത്രമാണ് ഞാനതിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മറ്റുള്ള ആപ്പുകളുടെ റിവ്യൂ പറയാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം ഞാനതിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും സ്കാം പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, പൈസ ഒക്കെ മേടിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന രീതി, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ക്ലാസ് ഇല്ലാത്ത ഒരു രീതി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അറിയുമെങ്കിൽ പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഇതിൽ പഠിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കൊരു ആപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ സജസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക. ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോ, അല്ലെങ്കിലും ഇപ്പം നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം എല്ലാ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ഒരു കോഴ്സ് ഇറക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കോഴ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അവരുടെ ആ കമൻസിലും കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതിലാണ് ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചേരുക. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSC പള്ളിക്കൂടത്തിൻ്റെ ബുക്ക്. അത് എൻ്റെ കയ്യിലുള്ളത് 2023 എഡിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ 2024 ഇറങ്ങിയിട്ടുള്ള ഒരു ബുക്ക് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റിവ്യൂ പറയാതിരുന്നത്, ഞാനത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ പറയാതിരുന്നത്. അപ്പോൾ ഒരു കമൻസിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ്, അത്യാവശ്യം എല്ലാ പോയിൻറ്സും ഉണ്ട്, പുതിയതും പഴയതായിട്ടുള്ള എല്ലാം, പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞതിന് ശേഷം റിവ്യൂവും കാര്യങ്ങളും നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് മേടിക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരിക്കലും ഇന്നത് മേടിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ മേടിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കുക. ഓക്കെ, പ്രധാന നിയമങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ തൊട്ടിട്ടില്ല. LDCക്ക് ശേഷം ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സുപ്രധാന നിയമങ്ങൾ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്യുക, ടിക്ക് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, നോട്ട്സ് എഴുതി പഠിക്കുന്നതൊന്നും അത്ര ഇതല്ല, കാരണം അവർക്കത് വർക്കായിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതായത് എനിക്ക് നോട്ട്സ് എഴുതി പഠിക്കുന്നതായിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിളും കാര്യങ്ങളും എനിക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ചുകൂടെ കറക്റ്റ് ആയിരുന്നതും നോട്ട്സ് എഴുതി പഠിക്കുന്നതായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിക്കുക. ചിലർക്ക് റാങ്ക് ഫയലും ബാക്കിയുള്ള കാര്യങ്ങളും
കേട്ടും കണ്ടും പഠിച്ചാൽ മാത്രം മതിയാവും. ചിലർക്ക് എഴുതി പഠിക്കണം. പക്ഷേ യൂട്യൂബിൽ നിന്നും ടെലിഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്ന ക്ലാസ്സുകൾ നോട്ട്സ് എഴുതാതെ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കുക. ചിലർക്ക് കേട്ട് പഠിച്ചാൽ മനസ്സിലാവും, ചിലർക്ക് കണ്ടു പഠിച്ചാലായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ആൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. അവർക്ക് വർക്കായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്. എനിക്ക് പക്ഷേ വർക്കായിട്ടുണ്ട്. എനിക്കതാണ് കൂടുതൽ ഓർമ്മ നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോട്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിലൊക്കെ അത്യാവശ്യം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചിട്ട് ഇതിപ്പോൾ നോട്ട്സ് ആക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഇതിലാവശ്യമുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇന്നൊരു 4-5 പേജ് വെച്ചിട്ട് ഞാൻ കുറച്ചായിട്ടേ തീർക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഒറ്റയടിക്ക് പഠിച്ച് പോകുന്നില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒരു നല്ലൊരു റിവിഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരു അത്യാവശ്യം ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു റിവിഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. സുപ്രധാന നിയമങ്ങൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷ്യയുടെയാണ് ബുക്ക് എന്ന് പറയുന്നത്. പ്ലസ് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുകയും ചെയ്യും. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കും ചെയ്യാറുണ്ട്. ഓക്കെ, 1 അവർ നോക്കി കേട്ടോ. അതൊരു 1 അവർ നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ +1 ആണോ +1 ടെക്സ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒരു റിവിഷൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഈ SCERT NCERT എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 to 1990 ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ബുക്സ് ഞാൻ മേടിച്ചോന്നല്ല കേട്ടോ. ഞാനിവിടെ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചൊരു ബുക്കാണ്. അല്ലാതെ ഇത് പുറത്തുനിന്ന് മേടിച്ചൊരു ബുക്കല്ല. NCERTയുടെയും ഈ ബുക്സ് നമുക്ക് ബുക്ക് സ്റ്റോറുകളിൽ അവൈലബിൾ ആണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ടാലൻറ്റിൻ്റെ അവൈലബിൾ ആണെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയ സമയത്ത് അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ബുക്കിന് വേണ്ടി നമ്മളിപ്പോൾ 1000 രൂപേൻ്റെ ഉള്ളിൽ 1000 രൂപ മീൻസ് 800 റേഞ്ച് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അത്രയും പൈസ മുടക്കാനുള്ളൊരു മടി കാരണം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു 3-4 ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ബാക്കിയുള്ള ബുക്സും കൂടെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. കാരണം ഇപ്പോൾ മാർച്ച് ആയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കുറേ എക്സാംസ് കഴിയുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ആരുടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. കാരണം അങ്ങനെ അല്ലാതെ ഈ ബുക്സ് ഇല്ലാതെ പഠനം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി വരുന്ന VFAക്കും അതുപോലെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും കാര്യങ്ങൾക്കൊക്കെ ഇത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതില്ലാതെ പഠനം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറ്റുന്നവർ സ്കൂൾ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഇതിങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് ഒരു കഥ പോലെ നമുക്കിങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 വേർഡ് ആയിട്ട് പഠിച്ചെടുക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 1 അവർ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 ഒരു 4 പേജസ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓടിച്ച് വായിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മൾ നന്നായി തന്നെ പഠിക്കണം. അപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു 1 അവർ ഇത് നോക്കിയിട്ട് വരാം. ഓക്കെ, അടുത്തത് പൊളിറ്റിക്സ് ആണ് കേട്ടോ. പൊളിറ്റിക്സ് ആണ് അടുത്ത ഇതെന്ന് പറയുന്നത്. ഇതും +2ൻ്റെ ആണ്. +1ൻ്റെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഓക്കെ, അപ്പോൾ അതായത് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വെല്ലുവിളികൾ കണ്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ എക്സാം വരുമ്പോഴും നമ്മളിങ്ങനെ കണ്ട് മടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിലാവുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കുക. ഓക്കെ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ നമ്മൾ വെറുതെ ഈ പുറമേയുള്ള പബ്ലിക്കേഷൻസിൻ്റെ ബുക്സ് മേടിച്ചിട്ട് ചിലപ്പോൾ അതിലെല്ലാ പോയിൻറ്റ്സും ഉണ്ടായെന്ന് വരില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും നോട്ട്സ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണെങ്കിലും നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, സമഗ്ര ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളൊരു കമൻറ്റ് കണ്ടു. അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സമഗ്രയുടെ അപ്പം അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നല്ലാതെ
സമഗ്രയുടെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ ഈ സമഗ്രയുടെ സൈറ്റിലൊന്നും കയറാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5 to 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട്. ഞാൻ അതായിരുന്നു കുറേ ഈസി ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതാവുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതാവുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഡയറക്റ്റ് ആ ഒരു ആപ്പിൽ കയറുക, ജസ്റ്റ് സ്റ്റാൻഡേർഡ് അടിച്ചു കൊടുക്കുക, മലയാളം ഏതാണ് വേണ്ടതെന്നുള്ളത് അടിച്ചു കൊടുക്കുക, മീഡിയം ഏതാണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഡൗൺലോഡായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നും എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാനത് ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് തന്നെയാണ് റാങ്ക് ഫയലുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ബുക്സൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എന്താ പറയുക മനസ്സിലാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു 2-3 പേജസ്, കാരണം ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നല്ല രീതിയിലൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു 1 hour ഇതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കരുത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഒരു 10 minutes ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാൻ. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഒരു 10 minutes ബ്രേക്ക് എടുക്കുക. അത് ബ്രേക്ക് എടുത്തതിന് ശേഷം വേണം അടുത്തത് പഠിക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നാമത് നമ്മളുടെ ആ ഒരു ഇത് പോവും. പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും, അവസാനം ഒന്നും ഇല്ലാതാവും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ലാസ്റ്റ് ഇത് കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു 1 hour റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. ഓക്കെ, ഞാൻ വീക്ക്ലി റിവിഷൻ അല്ല ഞാൻ പറയുന്നത്, ഡെയിലി റിവിഷനാണ് ഞാൻ പറയുന്നത്. ഡെയിലി റിവിഷൻ പ്ലസ് വീക്ക്ലി റിവിഷൻ, അതായത് ഡെയിലി നമ്മൾ മൺഡേ ടു സൺഡേ നമ്മൾ എന്തായാലും റിവിഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് 2024 എടുക്കുകയാണ്. അപ്പോൾ 25 ഉണ്ട്. അപ്പോൾ ഇതാദ്യം നോക്കിയിട്ട് അതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സൈലത്തിൻ്റെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു 4-5 hours ഇന്ന് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്കിന്ന് കുറച്ച് പുറത്തു പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇത് പഠിച്ചിട്ട് വൈകുന്നേരം ഒരു 1 hour റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ പഠിക്കുന്നുള്ളൂ, ഒരു 5 മണിക്കൂർ മാക്സിമം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് എഴുതി വേണമെങ്കിലും പഠിക്കാം, ബുക്ക് വാങ്ങിയിട്ട് വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, എഴുതി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും നല്ലതാണ്, ഇതും നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. ഓക്കെ, എടുക്കാനുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇത് വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വലിയ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും ബാക്കിയുള്ള എക്സാംസൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പഠന രീതി ഇത്രയാണ്. ഒരു 5 hours ഇന്ന് പഠിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈവനിങ് പറ്റുകയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷും മാത്സും കൂടെ ഒന്ന് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 3 hours പോവും. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു, ഇതല്ല ഇപ്പോൾ കാണിച്ചതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, റിവിഷനും കാര്യങ്ങളും നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നാളെയോ അല്ലെങ്കിൽ വേറൊരു ദിവസവും ഞാനൊരു ഫുൾ ഡേ എൻ്റെ പഠനരീതി എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ഡേ എങ്ങനെയാണ് എൻ്റെ ഒരു രീതി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.